ഹോഗ്വാർട്സിലെത്തിയ ഹാരിയുടെ ജീവിതം പുതിയ അത്ഭുതങ്ങളാൽ നിറയുന്നു. സോർട്ടിംഗ് ഹാറ്റ് ചടങ്ങിൽ ഹാരി, റോൺ, ഹെർമയോണി എന്നിവർ ഗ്രിഫിൻഡോർ ഹൗസിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇവിടെ നിന്ന് അവരുടെ സൗഹൃദം കൂടുതൽ ശക്തമാകുന്നു. ഹാരി ആദ്യമായി ക്വിഡിച്ച് കളിയിൽ പങ്കെടുക്കുന്നു. അതിൽ അവന്റെ കഴിവ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു. പറക്കുന്ന തൂവാലയിൽ സ്വാഭാവികമായി മികവ് കാണിക്കുന്ന ഹാരി ഗ്രിഫിൻഡോറിന്റെ സീക്കറായി മാറുന്നു. സ്കൂളിൽ പ്രൊഫസർ സ്നേപ്പ് ഹാരിയോട് കഠിനമായി പെരുമാറുന്നത് അവനിൽ സംശയമുണർത്തുന്നു. സ്നേപ്പ് എന്തോ രഹസ്യം മറയ്ക്കുന്നുവെന്ന് ഹാരിക്ക് തോന്നുന്നു. ഒരു ദിവസം ഹാരി, റോൺ, ഹെർമയോണി എന്നിവർ സ്കൂളിൽ ഒരു വലിയ രഹസ്യം കണ്ടെത്തുന്നു. 3 തലയുള്ള നായയായ ഫ്ലഫി ഒരു രഹസ്യവാതിലിന് കാവൽ നിൽക്കുന്നു. അതിന്റെ അകത്ത് എന്തോ അതിമൂല്യമായ വസ്തു ഒളിപ്പിച്ചിരിക്കുന്നു എന്നവർ മനസ്സിലാക്കുന്നു. അതാണ് ഫിലോസഫർ സ്റ്റോൺ. ഈ കല്ലിന് അമരത്വം നൽകാനുള്ള ശക്തിയുണ്ടെന്ന് അവർ അറിയുന്നു. ഇത് വോൾഡമോർട്ടിന്റെ കൈകളിലെത്തിയാൽ ലോകം വീണ്ടും അപകടത്തിലാകും. സ്നേപ്പ് ഈ കല്ല് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഹാരിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അവസാനം കല്ലിനെ രക്ഷിക്കാൻ മൂവരും സ്വയം മുന്നോട്ടുവരുന്നു.